ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിൽ, അതായത് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനവും ഒന്നടങ്കം കമ്മിറ്റിയും രാജിവെച്ച സമയത്ത്, മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനവും കമ്മിറ്റി ഒന്നടങ്കവും രാജിവെച്ച സമയത്ത് ഞങ്ങൾ 2 ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞത്, പിന്നെ മോഹൻലാൽ പ്രതികരിക്കേണ്ടി വരും, ഒരു വാർത്താക്കുറിപ്പ് മാത്രം പോരാ, അദ്ദേഹം ചിലതിന് ഉത്തരം പറയേണ്ടി വരും എന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞു. ഇന്ന് മോഹൻലാൽ പ്രതികരിച്ചു. അദ്ദേഹം കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ, പ്രീമിയർ ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. ആ ചടങ്ങ് കഴിഞ്ഞിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു, കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഞങ്ങളെ മാത്രം എന്തിനാണ് വേട്ടയാടുന്നത്? അമ്മയെ മാത്രം എന്തിനാണ് അമ്മ എന്ന സംഘടന, താരസംഘടനയെ മാത്രം വേട്ടയാടുന്നത് എന്താണ്? ഈ സിനിമാ വ്യവസായത്തിൽ വേറെ ഒട്ടേറെ മറ്റുള്ളവരുമുണ്ട്. അവർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട്. എല്ലാ പഴിയും അമ്മയുടെ നേരെ ഇങ്ങനെ ഉന്നയിക്കുന്നത് ശരിയാണ്? ഇതൊരു വലിയ വ്യവസായമാണ്. സിനിമയിൽ 10,000-കണക്കിന് പേര് പണിയെടുക്കുന്ന വ്യവസായമാണ്. ഇത് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഞങ്ങളെ മാത്രം വേട്ടയാടരുത് എന്ന് മോഹൻലാൽ അതിലൊരു കുറ്റസമ്മതം കൊണ്ടുണ്ട്. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഉത്തരം പറയണ്ടേ? ഞങ്ങളെ മാത്രം ഒറ്റ തിരിഞ്ഞ് കടന്നാക്രമിക്കുന്നത് എന്തിനാണ് എന്നാണ് മോഹൻലാൽ ചോദിച്ചത്. ന്യായം അത്രയും അദ്ദേഹത്തിന് പറയേണ്ടി വന്നില്ല മാധ്യമങ്ങളോട് എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് പറയേണ്ടി വന്നില്ല. ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ മോഹൻലാലെ, നിങ്ങൾ ഈ വേഷം കെട്ടുന്നത് എന്തിനാണ്? അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പിരിച്ചുവിട്ടു, താങ്കൾ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു, പക്ഷേ പകരം ഒരു അഡ്ഹോക് കമ്മിറ്റി വന്നിട്ടില്ല. ഈ കമ്മിറ്റി തന്നെ തൽക്കാലം അങ്ങനെ തുടരും എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയല്ലേ? ഒരു സംഘടനയുടെ കമ്മിറ്റി പിരിച്ചുവിട്ടാൽ പിന്നെ ചെയ്യുന്നത് നിയമപരമായിട്ടും ന്യായമായിട്ടും നീതിയുക്തമായിട്ട് ചെയ്യുന്നത് പകരം അഡ്ഹോക് കമ്മിറ്റി, താൽക്കാലിക കമ്മിറ്റി ചുമതലയേൽക്കുക. ഇത്ര അംഗ ഒരു കമ്മിറ്റി, 4 5 അല്ലെ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ചുമതലയേൽപ്പിക്കുക. അപ്പോൾ അതിൽ ഈ പിരിച്ചുവിടപ്പെട്ട എക്സിക്യൂട്ടീവിലെയോ അല്ലെങ്കിൽ അതിലെ ആരും അംഗങ്ങളാവാൻ പാടില്ല. ഒരു ന്യായമായ കാര്യമാണ്. പകരം ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അമ്മയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ട് 2 മാസം ബൈലോ പ്രകാരം 2 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക. പുതിയ ഭരണസമിതി വരട്ടെ, ആരായിക്കോട്ടെ, എക്സോ വൈ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ആ മര്യാദ പോലും മോഹൻലാലോ ഈ അമ്മയുടെ തലപ്പത്തിരിക്കുന്നവരോ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിനെപ്പറ്റി ആരെങ്കിലും ചോദിച്ചോ മാധ്യമപ്രവർത്തകർ? ഈ അഭിമുഖത്തിൽ, ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് കേട്ടു. ഇതിനകത്തൊരു പന്തികേട് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതാണ് പറയുന്നത്. അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടു, മോഹൻലാൽ രാജിവെച്ചപ്പോൾ പകരം ഒരു കമ്മിറ്റി സംവിധാനം താൽക്കാലികം വരണം, അടുത്ത ഇലക്ഷൻ നടക്കുന്നത് വരെ. അങ്ങനെയാണല്ലോ പൊതു രീതി, ജനാധിപത്യ രീതി. ഏത് സ്ഥാപനമായാലും ഏത് സംഘടനയായാലും അഡ്ഹോക് കമ്മിറ്റി വരണമായിരുന്നു. അത് ചെയ്യാതെ നിലവിലുള്ള കമ്മിറ്റി തന്നെ അഡ്ഹോക് കമ്മിറ്റിയായിട്ട് തുടരും എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ മുഴുവൻ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. മലയാള സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ, ജനങ്ങളെ ആക്ഷേപിക്കലാണ്. നിങ്ങളെന്താ ഈ കണ്ണിപ്പൊടിയിട്ട് ഇത് ജനങ്ങൾ വിശ്വസിക്കുമെന്ന് വിചാരിക്കുന്ന മോഹൻലാലും കമ്മിറ്റി, ഈ പറയുന്നതിലുള്ള കമ്മിറ്റി? അപ്പോൾ ഫലത്തിൽ ഈ കമ്മിറ്റി പിരിച്ചുവിട്ടപ്പെട്ടിട്ടില്ല. ഈ കമ്മിറ്റി തുടരും. അങ്ങനെയല്ല വേണ്ടത്. ഈ കമ്മിറ്റി എന്നുള്ള എല്ലാവരും മാറി നിന്നിട്ട്, പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ മാറി നിന്നിട്ട് വേറെ ഒരു 3-4 പേരുടെ ഒരു കമ്മിറ്റി, താൽക്കാലിക കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടത്തുക, ദൈനംദിന കാര്യങ്ങൾ, അമ്മയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് ഏറ്റവും വലിയ ജനാധിപത്യ മര്യാദ. അത് മോഹൻലാലോ ഈ വിടപ്പെട്ട സ്വയം രാജിവെച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ കാണിച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങൾ വന്നിട്ട് മോഹൻലാലിനോടുള്ള എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് പറയട്ടെ, നിങ്ങൾ വന്നിട്ട് ഞങ്ങളെ മാത്രം വേട്ടയാടുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും എല്ലാ മലയാളികൾക്കും ദഹിക്കത്തില്ല. നിങ്ങൾ കുറച്ചുകൂടി സത്യസന്ധമായിട്ട് കാര്യങ്ങളെപ്പറ്റി പ്രതികരിക്കേണ്ടതായിരുന്നു. പക്ഷെ പ്രതികരിച്ചല്ലോ, നന്നായി. മോഹൻലാൽ പ്രതികരിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ പറഞ്ഞു. പ്രതികരിച്ചല്ലോ, നന്നായി. ഇത്രയെങ്കിലും പറഞ്ഞല്ലോ, നന്നായി. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. പക്ഷേ ഇത് പോരാ. നിങ്ങളൊരു കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കുക. അമ്മ ഇലക്ഷൻ നടത്താനും
ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അതാണ് മോഹൻലാലിനെ പോലുള്ളവർ കാണിക്കേണ്ടുന്ന ഏറ്റവും വലിയ ജനാധിപത്യ മര്യാദ എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷവും ഞങ്ങൾക്ക് മോഹൻലാലിനോടും അമ്മയോടും പറയാനുള്ളത്. ഇത് കണ്ണിൽ പൊടിയിടിയിലാണ്. ഈ പരിപാടി ഇവിടെ നടക്കില്ല. ഇത് മലയാളികൾ സ്വീകരിക്കില്ല, മലയാള സിനിമാ പ്രേക്ഷകർ സ്വീകരിക്കില്ല, WCC സ്വീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ഇതിനകത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെപ്പോലുള്ള വലിയ വ്യക്തികൾ ശ്രമിക്കണം, അമ്മയുടെ തലപ്പത്തിരിക്കുന്നവർ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.